എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളും ചേർന്ന് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു സൈനിക ഉടമ്പടിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറച്ചധികം വർഷം സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കിങ് ഖാലിദ്, കിങ് ഫൈസൽ ഇവരുടെയൊക്കെ ഭരണസമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് തെറ്റില്ലാതെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള സാഹചര്യം കിട്ടി. അന്ന് അപ്പോഴത്തുള്ള രാജാക്കന്മാർ അവരുടെ ഇസ്ലാമിക റൂളിന് അനുസരണമായ രീതിയിലാണ് ഭരണം നടത്തിയതെങ്കിൽ തന്നെയും പുറത്തുള്ളവരെ അങ്ങേയറ്റം അവർ റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു. അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യുമായിരുന്നു. നമ്മളവിടുത്തെ ന്യൂസ് ഒന്ന് ടെലിവിഷൻ ഓപ്പൺ ചെയ്താൽ അവർ പറയുന്നത് ദ കസ്റ്റോഡിയൻ ഓഫ് 2 ഹോളി മാസ്ക്. ഈ കസ്റ്റോഡിയൻ ഓഫ് ഹോളി മാസ്ക് എന്ന് വെച്ചാൽ മക്ക, മദീന, ഇത് രണ്ടും ഇത് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ അവിടുത്തെ രാജാവാണ് എൻ്റെ കസ്റ്റോഡിയൻ. ദാറ്റ്സ് വൈ അവരെപ്പോഴും പറയുന്ന രാജാവ് കിങ് ഖാലിദിനോ കിങ് ഫൈസലിനോ കിങ് അബ്ദുള്ള എന്നോ ഇതൊക്കെ ഒന്നും പേരവർ പറയാറില്ല. ദ കസ്റ്റോഡിയൻ ഓഫ് 2 ഹോളി മാസ്ക്, ദാറ്റ്സ് ദ റൈറ്റ് തിങ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സൗദി അറേബ്യ വളരെ മോഡേണൈസിങ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ രാജകുമാരൻ വളരെ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. കാരണം അവർ പെട്രോളിയം ബേസ്ഡ് ഇൻഡസ്ട്രീസാണ് അവർക്കുള്ളത്. ഒരു പക്ഷേ അതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി തന്നെ മറ്റു പല രീതിയിലും ഡീവിയേഷൻസ് നടത്തി രാജ്യത്തിൻ്റെ വരുമാനം കൂട്ടുക, ഒരു മോഡേണൈസേഷൻ നടത്തുക, ടോട്ടൽ ഒരു നല്ലൊരു വ്യൂ, അതും നല്ലത് തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റുള്ള മുൻകാലത്തിലുള്ള രാജാക്കന്മാരെ അപേക്ഷിച്ച് സൗദി അറേബ്യ ഫാർ ബെറ്ററായി മാറുന്നു, ഡെവലപ്മെൻറ്റ്സ് ആകുന്നു. കാര്യം ടെക്നോളജിയും ഇന്ന് വേൾഡിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഒരു ഭാഗം കൂടെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു ചിന്താഗതിയാണ് അവിടുത്തെ രാജാവിനുള്ളത്. അവരെക്കാളും മുന്നിലാണ് UAE, ദുബായ്, അബുദാബി, ഖത്തർ, ഇങ്ങനെയൊക്കെയുള്ള ഈവൻ കുവൈറ്റ്. അവരെ സംബന്ധിച്ച് അവരെക്കാളും ഒരു ഒന്നാം സ്ഥാനത്ത് നിൽക്കണം എന്നുള്ള ഒരു ധാരണ ഇപ്പോഴത്തെ രാജാവിനുണ്ട്, കിങ്ങിനുണ്ടായി. അതനുസരിച്ച് പല കാര്യങ്ങൾ നടത്തുന്നു. പക്ഷേ അതിലെല്ലാം നല്ല കാര്യമാണ്, നല്ല അതിൻ്റെ പ്രാഗൽഭ്യം അദ്ദേഹത്തിനുണ്ട്. അതനുസരിച്ച് പല മാറ്റങ്ങളും അവിടെ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ചെയ്യാം, എൻ്റെ അറിവ് സിനിമാ തിയേറ്റർ, അതൊക്കെ അവിടെ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉള്ളതായിട്ടാണ് അറിയുന്നത്. എനിക്ക് കൂടുതൽ അറിയില്ല. ബട്ട് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുണ്ട്. ഇപ്പോഴത്തെ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ ചില ധാരണകൾ, ചില ഐഡിയാസ് പൊട്ടത്തരമാണ്. കാരണം ഏറ്റവും കൂടുതൽ മതഭ്രാന്തി പിടിച്ച 2 രാജ്യങ്ങളാണ് ഈ തുർക്കിയും പാകിസ്ഥാനും. ഈ തുർക്കി എന്ന് പറഞ്ഞാൽ എർദോവൻ എന്താ പറയാമെന്ന് വെച്ചാൽ അറിയില്ല. അയാൾ ഇസ്ലാമിനെ മാത്രം കാണുക, വേറെ ഒരാൾക്കാരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ കുറച്ച് ഡ്രോണൊക്കെ ഉണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ ഈ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്നെങ്കിലും സാമ്പത്തികമായ അത്ര വലിയ സെറ്റപ്പിലല്ല. അതുമല്ല, എർദോവൻ്റെ ഭരണം അത്ര നന്നുമല്ല. അതിനൊത്തിരി ഓപ്പോസിഷൻ അവിടെയുണ്ട്. അതിനേക്കാളും വളരെ മോശം ഉള്ള ഒരു ആണ് നമ്മുടെ അയൽവക്കമായ പാകിസ്ഥാൻ. നമുക്ക് പറയണ്ടല്ലോ, തീവ്രവാദവും അതും ഇതുമായി നടന്ന് ഒരു നിവൃത്തിയില്ലാതെ ഇപ്പോഴും നവാസ് ഷെരീഫും അവിടുത്തെ
പട്ടാള മേധാവി, അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ലോകം മൊത്തം ചുറ്റി നടക്കുക. കാര്യം നിവൃത്തിയില്ല, അവിടെ ഭക്ഷണം സൗകര്യമില്ല, ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ അവർക്ക് ഈ സൗദി അറേബ്യയായിട്ടൊരു കൂട്ടുവിടാൻ കിട്ടിയതില്ല യഥാർത്ഥ ഒരു ഭാഗ്യമായി. കാര്യം ഈ പാകിസ്ഥാനെ കൂട്ടി ആര് എന്ത് ചെയ്താലും അത് നേരെ ആകത്തില്ല. കാരണം മുമ്പ് ഇറാൻ അമേരിക്ക ഇൻ ബിറ്റ്വീൻ്റെ ഒരു ഏജൻ്റായി വർക്ക് ചെയ്തു, യുദ്ധം നടത്താൻ വേണ്ടി എല്ലാം ചെയ്ത് അവസാനം അതെല്ലാം കുളമായി, മൊത്തം തകർന്ന് തരിപ്പണമായി. എന്തായിരുന്നാലും നമ്മൾ അതിലേക്ക് കിടക്കണ്ട. പക്ഷേ ഈ ഒരു ഇതിൽ അവർ പറയുന്നത് തമാശ തോന്നി. പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഒത്തിരി യുദ്ധം ചെയ്ത പരിചയമുണ്ട്, സോ ദേ ആർ വെരി സ്ട്രോങ്. പിന്നെന്താ, അണുവായുധങ്ങൾ അവരുടെ പക്കമുണ്ട്. ഇതാണ് സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു പോയിൻ്റ്. പിന്നെ എർഗോവൻ, തുർക്കി, അവർക്കൊരു ഡ്രോണുകളോ ഇതൊക്കെ പല എന്തൊക്കെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അവർ വലിയ സെറ്റപ്പാണ്. അപ്പോൾ സൗദിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഓൾ മിഡിൽ ഈസ്റ്റ് ഇസ്ലാം കൺട്രീസിനെ മൊത്തം ഇവർക്ക് ഡോമിനേറ്റ് ചെയ്യാമെന്നുള്ള ഒരു മിഥ്യാബോധം, അടിസ്ഥാനരഹിതമല്ലാത്ത ഒരു ഇത് ചാൻസ് ഡെവലപ്പായി. കാരണം ഈ നവാസ് ഷെരീഫും ഈ എർഗോവനും ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ രാജകുമാരന് ഒരു ശരിയാണ്, നമ്മളാണ് സൗദി അറേബ്യ നല്ല വെൽത്തി കൺട്രിയാണ്, നമ്മുടെ വലിയ രാജ്യമാണ്, നമ്മൾ ടു മച്ച് പവർഫുള്ളാണ് എന്നൊക്കെയുള്ള ആ ഒരു അഹങ്കാരം തലയ്ക്ക് മത്തി പിടിച്ചു പോയി കൂട്ട് നിൽക്കുന്ന ഈ രണ്ട് രാജ്യവുമായിട്ടാണ്. ശുദ്ധ മണ്ടത്തരമാണ്. ചെയ്യാം, കൂട്ടുകൂടാം സൈനിക, ബട്ട് ഈ ഒരു അവർക്ക് ലോകത്ത് അവർക്ക് എന്താണ് ഉള്ളത്? ലോകത്തിൻ്റെ മുന്നിൽ യഥാർത്ഥത്തിൽ ഒരു ഹാസ്യ കഥാപാത്രമാണ് ഈ പാകിസ്ഥാനും ഈ തുർക്കിയും. അവരെ കൂട്ടി ഒരു സൈനിക എഗ്രിമെൻറ്റ് സൗദി അറേബ്യ ഉണ്ടാക്കിയത് ആ സൗദി അറേബ്യയുടെ മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്ന, അതായത് ഫൈസൽ മുതലിങ്ങോട്ട് ഫൈസൽ, കിങ് ഖാലിദ്, കിങ് ഫഹദ്, കിങ് അബ്ദുള്ള, അവരുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഇതിനെ സ്ട്രോങ് ആക്കുന്നതിന് പകരം അവർ പടുത്തുയർത്തിയ അവരുടെ വീക്ഷണങ്ങളെ ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ സൗദി രാജാവ് ഉണ്ടാക്കി വെച്ചത്. ഖേദിക്കുന്നു. എനിക്ക് വളരെ ബന്ധമുള്ളൊരു രാജ്യമാണ്. ഞാനവിടെ കുറച്ച് നാളുകൾ അവിടെ ചെറിയ ബിസിനസ്സുമായിട്ടൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ഇന്നത്തെ അവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് ഹാപ്പിയാണ്. ബട്ട് ആ ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരു ബാക്ക് ഫെയർ ആകുമോ എന്നുള്ളൊരു ഭയപ്പാടാണ്. കാരണം അവരുടെ ആ കൂട്ടുകൾ അത്ര നന്നല്ല, വളരെ മോശമായിപ്പോയി. അതിന് ഈ സൗദി രാജാവ് ഒന്ന് പുനർചിന്തനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. കാരണം പാകിസ്ഥാനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പാകിസ്ഥാൻ യുദ്ധം ചെയ്ത് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് അതിർത്തിയിലെ കടത്തി വിട്ടെന്ന് പറഞ്ഞാൽ അതിനെ ഒരു യുദ്ധം ചെയ്ത് അതൊരു പ്രീ ക്വാളിഫിക്കേഷനായി കണ്ട് സൗദി അറേബ്യ അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ചെയ്ത് വെറും പോഴത്തരമാണ്. തുർക്കി അത് കാര്യത്തിലൊന്നുമില്ല. എർഗോവൻ എന്ന് പറഞ്ഞ ഇത്ര ഒരു വർഗീയവാദി ഈ ലോകത്തില്ല. അത് ഇസ്ലാം രാജ്യങ്ങൾക്കും അറിയാം. എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇങ്ങനെയുള്ളൊരു ഗതികേട് സൗദിക്ക് വന്നതിൽ അതിയായി ഖേദിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.